Hi everyone, welcome back to my classroom. Today's topic is profitability ratios. The profitability ratios are classified into two, based on sales and based on investment. First one, based on sales. Based on sales, the profitability ratios are classified into four. First one, gross profit ratio, then operating ratio, then operating profit ratio, and net profit ratio. Here the first one is gross profit ratio. What is gross profit ratio? What is the concept of gross profit ratio? Gross profit ratio expresses the relationship of gross profit on sales, or that means net sales. That is, the equation to find out the gross profit ratio is gross profit divided by sales into 100. Gross profit is equal to net sales minus cost of goods sold. നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻസ് ഒരു ബോക്സിലിട്ട് വയ്ക്കുക. Gross profit ratio indicate to what extent the selling price of goods per unit may be reduced without incurring losses on operation. നമുക്കൊരു പ്രൈസിൻ്റെ മുകളിൽ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോനെ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. അതിനേക്കാൾ ഒരുപാട് താഴ്ന്നു പോയാൽ നമ്മൾ ലോസിലേക്ക് പോവും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്തതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? GP ആണ്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും GP എന്നാണ് പറയാറല്ലേ. GP ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ് ഇക്വേഷൻ. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. ഇനി നെറ്റ് സെയിൽസ് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇല്ലാത്ത സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ടറി ആയി എന്ന് പറയാനായിട്ട് 20 to 25% വരെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം. അതിലും ലോ ആണെങ്കിൽ എന്താണ്? സാറ്റിസ്ഫൈഡ് അല്ല. അതേപോലെ ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷർ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആസ് വെൽ ആസ് പ്രൈസിങ്. പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനാണ് ജനറലി നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രേഡിൻ്റെ റിസൾട്ടാണ് അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന നെറ്റ് റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുക, സെയിൽസ് ചെയ്യുക, അതിൻ്റെ ഒരു നെറ്റ് എഫക്റ്റാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ കാണുന്നതും എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഹൈ റേഷ്യോ ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് മാനേജ്മെൻറ്റ്. പർച്ചേസ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസിയാണ് ഹൈ റേഷ്യോ കാണിക്കുന്നത്. ലോ റേഷ്യോ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അല്ലേ. എന്താണ്? ഇൻഎഫിഷ്യൻസിയാണ് കാണിക്കുക. പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ പർച്ചേസ് മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയാണ് ലോ റേഷ്യോ കാണിക്കുക. ഇനി ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കാൽക്കുലേറ്റ് GP റേഷ്യോ ഫ്രം ദി ഫോളോയിങ്: സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് 1 lakh, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000, സെയിൽസ് റിട്ടേൺ 5,000. ഇപ്പോൾ നെറ്റ് സെയിൽസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിൽസ് കിട്ടണം. സെയിൽസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെയിൽസിൽ നിന്ന് റിട്ടേൺ ലെസ് ചെയ്തപ്പോൾ നമുക്ക് 95,000 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുക, ദാറ്റ് ഈസ് 15,000 കിട്ടി. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു 15,000. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 15,000 ആണ്. സെയിൽസ് 95,000 നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000 ലെസ് ചെയ്തപ്പോൾ 15 അല്ലേ കിട്ടിയേ. അപ്പോൾ 15,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 95,000 ആണ്. ഇൻറ്റു 100 പറയുമ്പോൾ 15.78 ആണ് കിട്ടിയത്. ഇവിടെ സാറ്റിസ്ഫാക്ടറി ആണോ? അല്ല. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ കേസിൽ നമ്മൾ എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയാം. അല്ലെ 20 to 25% ആണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ നമ്മൾ ഫസ്റ്റ് 1 ആണ് പഠിച്ചത്. ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് പഠിച്ചത്.
അടുത്തത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് സെയിൽസ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം എക്സ്പീരിയൻസൽ എക്സ്പെൻസസ് ആണ് കേട്ടോ. എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യുക. ഇക്വേഷനിൽ ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നോട്ട് എക്സ്പീരിയൻസ്, ഇറ്റ് ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒക്കെയാണ് ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസ് എന്നോ ജനറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് എന്നോ സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒക്കെ പറഞ്ഞിട്ട് പ്രോബ്ലത്തിൽ തരുമ്പോൾ അതൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ബട്ട് എക്സ്ക്ലൂഡഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെൻസ്. അപ്പോൾ ഇതിനകത്ത് ഏത് ആഡ് ചെയ്യാൻ പാടില്ല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏത് വിടാൻ പാടില്ല? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഫിനാൻഷ്യൽ എക്സ്പെൻസും ഒന്നും ആഡ് ചെയ്യരുത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ കോസ്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ സെയിൽസ് കാണേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കിട്ടുക. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇക്വേഷൻ ക്ലിയർ അല്ലേ? ഇനി ഓപ്പറേറ്റിംഗ് റേഷ്യോനകത്ത് എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കാം നമുക്ക്. ഓപ്പറേറ്റിംഗ് റേഷ്യോ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. എത്രത്തോളം ബിസിനസ് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് മെഷർ ചെയ്യാനാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ ഒരു 75 to 85% കിട്ടുന്നതാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ഈ 65 to 75 ആണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പറയാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഹൈ റേഷ്യോ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ഇൻ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ, ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്. ഇനി എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2,50,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 25,000, സെല്ലിംഗ് എക്സ്പെൻസ് 40,000, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 70,000. ഇത്ര ഇൻഫർമേഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാണാൻ നമ്മളെന്താ ഇക്വേഷനിൽ പഠിച്ചിട്ടുള്ളത്? സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസോ സെല്ലിംഗ് എക്സ്പെൻസോ ഓഫീസ് എക്സ്പെൻസോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 70,000 ആണ് തന്നിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 25,000 തന്നിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസസ് 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇവിടെ നമുക്ക് എത്ര കിട്ടി? 1,35,000 ആണ് കിട്ടിയിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് അല്ലേ. സെയിൽസ് നമുക്ക് എത്ര കോസ്റ്റിൽ തന്നിട്ടുള്ളത്? 2,50,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു 1,35,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100, ദാറ്റ് ഈസ് 54% ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ ഓർക്കേണ്ടത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു, അതൊരു ബോക്സിലിട്ട് വയ്ക്കുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു CGS പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, കാരണം ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ ആണെന്നുള്ളത് ഓർക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്താണെന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ മറക്കരുത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്? നെറ്റ് സെയിൽസ് ഉണ്ട്, അതിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ലെസ് ചെയ്യും, അപ്പോൾ നമുക്ക് GP കിട്ടും. GPന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യും, അപ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാറ് അല്ലേ. അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാറ്റി വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയി.
ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് എന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. It helps in determining the efficiency with which affairs of the business are being managed. വളരെ നല്ല രീതിയിൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അവർ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയില്ലേ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടാറില്ലേ, അതന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് കിട്ടിയേ? സെയിൽസിൽ നിന്ന് CGS ലെസ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് മെഷർ ദി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് ഇൻഫർമേഷൻ? CGS 30,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 2,500, സെല്ലിംഗ് എക്സ്പെൻസസ് 5,000, നെറ്റ് സെയിൽസ് 1 lakh. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തറവായിട്ടിരിക്കണം. എപ്പോഴും നിങ്ങൾ എഴുതുമ്പോഴും എല്ലാ ഇക്വേഷൻസും എഴുതിയിട്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണമെങ്കിൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുക, അതിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ലെസ് ചെയ്യാം. സെയിൽസ് 1 lakh അല്ലേ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നതെല്ലാം ലെസ് ചെയ്യുക. CGS ലെസ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുക. അപ്പോൾ തന്ന ഇൻഫർമേഷനിൽ നിന്ന് 30,000 ലെസ് ചെയ്യണം, 2,500 ലെസ് ചെയ്യണം, 5,000 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെറ്റ് എമൗണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് കിട്ടുക 62,500. അത് ഡിവൈഡഡ് ബൈ സെയിൽസ് 1 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 62.50 കിട്ടും. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെയിൽസിൽ നിന്ന് CGS ലെസ് ചെയ്ത ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടുക. ചില ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് CGS ലെസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം ലെസ് ചെയ്യണം. അതായത് സെയിൽസിൽ നിന്ന് CGSഉം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എല്ലാം ലെസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് ഫെമിലിയർ ആണ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എഫിഷ്യൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അതായത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇറ്റ് ഡിറ്റർമിൻഡ് ബൈ ദി റിലേറ്റിംഗ് നെറ്റ് ഇൻകം ആഫ്റ്റർ ടാക്സ് ടു സെയിൽസ്. ടാക്സൊക്കെ ലെസ് ചെയ്തതിന് നമുക്ക് നേരത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയില്ലേ, ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സൊക്കെ ലെസ് ചെയ്തിട്ട് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ടുള്ള നെറ്റ് എമൗണ്ട് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇത് ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ മെഷർമെൻറ്റിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് ഫേമിന്, പ്രോഫിറ്റബിൾ ആണോ ഫേം എന്നുള്ളത് മെഷർ ചെയ്യാനാണ്. പ്രൊപ്പറേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽസിൽ നിന്ന് എക്സ്പെൻസസ് ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസും ഇൻഡയറക്റ്റായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും ലെസ് ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ആ നെറ്റ് പ്രോഫിറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ആ ഫേമിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മാത്രമല്ല അത് പ്രോഫിറ്റബിലിറ്റി കൂടെ മെഷർ ചെയ്യാനാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്കൊരു 5 to 10% ഐഡിയൽ ആണെന്ന് പറയാം. 5 മുതൽ 10% വരെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഐഡിയൽ റേഷ്യോ ആണെന്ന് നമുക്ക് പറയാം. ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഈ സിഗ്നിഫിക്കൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇൻഡിക്കേറ്റ് ദി എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹൈ റേഷ്യോ ബെറ്റർ പ്രോഫിറ്റബിലിറ്റി, ലോ റേഷ്യോ വീക്ക് പ്രോഫിറ്റബിലിറ്റി നമുക്ക് പറയാം. എത്രത്തോളം കൂടുതലാണോ പ്രോഫിറ്റ് ഫേം അത്രയും നല്ല പ്രോഫിറ്റബിലിറ്റി ആണ് ചെയ്യുന്ന ഫേമാണ് നമുക്ക് പറയാം, അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫേമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സോ എന്തൊക്കെയാണോ ലെസ് ചെയ്യാനുള്ളത് അതെല്ലാം ലെസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ച് ബേസ്ഡ് ഓൺ സെയിൽസ് അല്ലേ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ബേസ്ഡ് ഓൺ സെയിൽസ് 4 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.